നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1998 പുറത്തിറങ്ങിയ ദയാസാഗരം എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ പാട്ടാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയത് അലീന. നമുക്ക് വേണ്ടി ഇന്ന് ഈ ഗാനം ആലപിക്കുന്നത് ഷിബു ആൻ്റണി. ഉത്ഥാനത്തിൻ്റെ മഹത്വം നമ്മളെ മനസ്സിലാക്കാനായിട്ട് 1000 സൂര്യൻ്റെ പ്രഭയോട് കമ്പയർ ചെയ്ത ഈ പാട്ട് ഞങ്ങൾക്ക് തന്ന അച്ഛന് സ്വാഗതം. ഒരു സൂര്യനെ നേരിടാൻ ശക്തിയില്ലാത്ത പാവം മനുഷ്യർക്ക് 1000 സൂര്യനെ കാണിച്ച് അച്ഛൻ ഭയപ്പെടുത്തുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നി. ഒന്ന് വിശദീകരിക്കച്ചോ. സൂര്യനെ ഉടയാടിയാക്കുക എന്നത് ബൈബിളിലെ തന്നെ ഒരു പ്രമേയമാണ്. 1000 സൂര്യനെ അണിയുന്ന തേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഇമേജറി മാത്രമായിട്ട് കാണുക. കാരണം ഇമേജറി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് 1000 സൂര്യനെ നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് കാണുകയല്ല. മഹത്വത്തിൻ്റെ അതിനപ്പുറം ഒരു മഹത്വത്തെ ദൃശ്യവൽക്കരിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ഏറ്റവും വലിയ മഹത്വം എന്ന് അതിനെ കരുതിയാൽ മതി. വേറെ ഏതോ ഒരു ഗാനരചയിതാവ് ഉപയോഗിച്ചിട്ടുണ്ട്, അണപൊട്ടി ഒഴുകുന്ന സ്നേഹപ്രവാഹത്തിൽ. നാച്ചുറലായിട്ടും ചോദിക്കാം, അണപൊട്ടി ഒഴുകുന്നിടത്ത് ഭയങ്കര അപകടമല്ലേ വരാൻ പോകുന്നത്? അതിനകത്തെല്ലാം ഒരു ഇമേജറിയുടെ ഒരു വലിപ്പം കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1000 സൂര്യൻ എന്ന് പറയുമ്പോൾ വലിയൊരു മഹത്വം. സത്യത്തിൽ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് അവിടെ നിന്നവരൊക്കെ ഭയപ്പെട്ടെന്ന് നമ്മൾ വായിക്കുന്നില്ലേ? ഉണ്ട്. അപ്പോൾ സത്യത്തിൽ അത് വലിയൊരു സംഭവമാണ്. കഥ കഴിഞ്ഞു എന്ന് കരുതിയവൻ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ അവിടെ ഞാനൊരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നറിയാം, ഉയരുന്നു സൗമ്യനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മഹത്വം എന്ന് പറയുന്നത് സൗമ്യതയുടെ മഹത്വമാണ്, അത് സ്നേഹത്തിൻ്റെ മഹത്വമാണ്, അത് ജീവിത സമർപ്പണത്തിൻ്റെ മഹത്വമാണ്. പിന്നീട് അങ്ങോട്ട് ആ പാട്ടിൽ നമ്മൾ കാണുന്ന മുഴുവനും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മഹത്വമായിട്ടാണ് അതിനെ നമ്മൾ തിരിച്ചറിയുന്നത്. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ ഉയർക്കുന്നു അല്ലെങ്കിൽ ഉയരുന്നു സൗമ്യനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഇല്ലൊരു അതെ, ഇതുപോലെ ഇല്ല വേറെ പ്രിയതരമൊരാത്മരൂപം എന്നെന്നും പാടാം ഓശാന. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ലോകത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഇനി എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ഒരു പ്രത്യാശയുടെ വിഷയം കൂടിയാണിത്. ഇതുപോലൊരു പ്രത്യാശ അല്ല, ഇതുപോലൊരു ഉയർപ്പ് പ്രത്യാശിക്കാൻ നമുക്കുണ്ട്. ഉത്ഥാനത്തിൻ്റെ ഒരു ജീവിതം നയിച്ചാൽ തുടർന്ന് അങ്ങോട്ട് അതാ പറയുന്നത്, ഇതുപോലെയില്ല വേറൊരു രൂപം. അത് സത്യമല്ലേ? സത്യം. ഈ ലോകചരിത്രമെടുത്ത് നോക്കിയാൽ ഇതുപോലൊരു സംഭവം ഇതാ. അപ്പോൾ ഈ ഉത്ഥാനത്തിൻ്റെ ആ മഹത്വം ഒന്ന് പർവ്വതീകരിച്ച് കാണിക്കാൻ അച്ഛന് വേറെ വാക്കുകളില്ലാതെന്ന് തോന്നിപ്പോവും. കാരണം 1000 സൂര്യനല്ലേ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അതെ, കാരണം നമുക്കൊരു സംഭവത്തിൻ്റെ മഹത്വം പറയാനായിട്ട് കിട്ടുന്ന ഒരു ഇമേജറി എടുക്കുക. പക്ഷെ നമ്മൾ ഒരു സൂര്യൻ്റെ നേരെ നോക്കാൻ പോലും നമുക്ക് ശേഷിയില്ലെന്ന് പറയുന്നത് ശരിയാണ്. അതെ. പക്ഷെ 1000 സൂര്യൻ്റെ നേരെ എങ്ങനെ നോക്കും? ആ രീതിയിൽ അതിനെ നമ്മൾ കാണാതെ ഒരു ഇമേജറി ആയിട്ട് കാണുക. തീർച്ചയായിട്ടും അത് കവിയുടെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അച്ഛൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ഇമേജറി അത്. നമുക്കിതിൻ്റെ പല്ലവി ഒന്ന് കേട്ട് നോക്കാം. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം എന്നെന്നും പാടാം ഹോസാന. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം എന്നെന്നും പാടാം ഹോസാന. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു
സൗമ്യനാ. ഈ പല്ലവിയിൽ മരണത്തെ വെന്നവൻ എന്നൊരു പ്രയോഗമുണ്ട്. അത് മരണത്തെ തോൽപ്പിച്ചവൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കും അങ്ങനെ. അത് തീർച്ചയായിട്ടും അതൊരു സർവ്വസാധാരണമായൊരു പ്രയോഗം തന്നെയാണ്. അധികം ഉപയോഗിച്ചിട്ടില്ലായിരിക്കും അടുത്ത കാലങ്ങളിൽ. വെന്നിക്കൊടി വാറിക്കുക ഒരു വലിയ വിജയത്തിൻ്റെ കാര്യമല്ലേ, വെല്ലുക. ആ ഒരു പ്രയോഗത്തിൻ്റെ ഭാഗമാണ് വെന്നിക്കൊടി വെന്നവൻ. മരണത്തെ ജയിക്കുക, ഏറ്റവും വലിയ ശത്രു പൗലോസിലെ പറയുന്നുണ്ടല്ലോ, അവസാന ശത്രുവായ മരണവും ഇതാ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിന് മേലും അവൻ വിജയം വരിച്ചിരിക്കുന്നു. അതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. 89-90 ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒരു ട്രെൻഡി മ്യൂസിക് ഇറങ്ങിയ കാലമാണ്. അച്ഛൻ ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് ഈ സൈലൻസിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു മ്യൂസിക് ഇറങ്ങി. അത് വല്ലാതെ എല്ലാ സംഗീത സംവിധായകരെയും ഇളയരാജ ഇറക്കിയപ്പോൾ ഒരു പാറ്റേൺസ് ആയിരുന്നു. ഇപ്പോൾ അത് സൈലൻസിനൊരു പ്രാധാന്യം കൊണ്ടുവന്നു. അങ്ങനെ ഈ പാട്ടിലും സണ്ണി സ്റ്റീഫൻ ആ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ റിതവും എല്ലാം അങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ടു നോക്കാം അച്ഛൻ. അഴിയുന്ന കനിയേറെ ഫലമുള്ള ചെടിയാകും, അതു നീളെ വാഴുമ്പോൾ പുതുജീവൻ അരുളുന്നു. അഴിയുന്ന കനിയേറെ ഫലമുള്ള ചെടിയാകും, അതു നീളെ വാഴുമ്പോൾ പുതുജീവൻ അരുളുന്നു. സഹനമാനന്ദ ഭരിതമായുള്ള വിജയമാക്കുന്നു നീ. സഹനമാനന്ദ ഭരിതമായുള്ള വിജയമാക്കുന്നു നീ. പ്രിയനായക അഭിമാനമായി പുൽകുന്നു ക്രൂശിനെ ഞാൻ. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. നമ്മൾ മഹത്വപൂർണമായ ഉത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഉത്ഥാനം ഒരു സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലമാണ്. അതുകൊണ്ടാണ് ഒരു വിത്ത് നിലത്ത് വീണ് അഴിയുന്നതിനെ കുറിച്ച് ഈശോ പറഞ്ഞല്ലോ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോഴാണ് ഒരു പുതിയ ജീവനായിട്ട് ചെടി വരുന്നത്. ഒരു ചെടിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മഹത്വം കാണുന്നു. പക്ഷെ ആ മഹത്വത്തിന് മുമ്പിൽ ഒരു അഴിയലുണ്ട്. അപ്പോൾ ആ അഴിയലിന് വിധേയമാകാൻ തയ്യാറാകുമെങ്കിൽ മാത്രമേ ഈ മഹത്വത്തിന് നമുക്ക് അവകാശമുള്ളൂ. അതുകൊണ്ട് ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നതിനെ കുറിച്ചാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സ്വയം ശൂന്യമാക്കലിൻ്റെ ഒരു ഫലമായിട്ടാണ് അവിടുത്തെ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുന്നത്. അപ്പോൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നവർ മഹത്വത്തിലും പങ്കുചേരും. അപ്പോൾ സഹനം ആനന്ദഭരിതമായുള്ള ഒരു ജീവിതം, ഒരു വിജയം. ഈ സഹനം ആനന്ദഭരിതം എന്നുള്ളതൊരു ചെറിയൊരു കോൺട്രവേഴ്സിയായി തോന്നും, ഇല്ലേ അച്ഛൻ? ശരിയാണ്. എങ്ങനെയാണ് സഹനം ആനന്ദമാകുന്നത്? നമ്മൾ ശരീരത്തിൽ സഹിക്കുന്നുണ്ടല്ലോ. രോഗം വരുമ്പോൾ സഹിക്കുന്നുണ്ട്, പീഡനം വെക്കുമ്പോൾ സഹിക്കുന്നുണ്ട്, മനസ്സിൽ സഹിക്കുന്നുണ്ട്. ഈ സഹനം ആനന്ദമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് 2 വശമുണ്ട്. ഒന്ന്, ഈ സഹനത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അത് ആനന്ദമായിട്ട് തീരും. ദുഃഖമല്ലാത്തൊരവസ്ഥ. വാസ്തവത്തിൽ ദുഃഖവും വേദനയും 2. ദുഃഖമില്ലാത്ത അവസ്ഥ, വേദന ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കലൊരു വ്യക്തി മാരകമായൊരു രോഗത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് വഴുതി വീണു. ഏറ്റവും വേഗം 1 മണിക്കൂറിനകത്ത് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള മരുന്ന് അത് കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ രോഗിയെ രക്ഷപ്പെടുത്താമെന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ പെട്ടെന്ന് മരുന്നുമായിട്ട് വന്നു. വലിയ ഒരു സിറിഞ്ച് കൊണ്ട് അത് നട്ടലിലേക്ക്
കശേരക്കൾക്കിടയിലേക്ക് അങ്ങാണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നത്. വലിയ വേദനയാണ് ആ വ്യക്തി ആ സമയത്ത് അനുഭവിക്കുന്നത്. ആ വ്യക്തി പറയായിരുന്നു, ആ വേദനയുടെ ഇടയിൽ ഞാൻ ആനന്ദിക്കുകയായിരുന്നു, കാരണം എന്നിലേക്ക് ജീവനാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അത് ആനന്ദമാണ്. കാര്യം വേദനയുണ്ട്, വേദന ഉണ്ടെങ്കിലും ഇത് ആനന്ദമാണ്. ഈശോയോട് പത്രോസ് പറഞ്ഞില്ലേ, ദൈവം കനിയായിട്ട് കർത്താവ് നിനക്കൊരിക്കലും സഹനം ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പറഞ്ഞെന്താണ്? സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവികമായൊരു കാഴ്ചപ്പാടിൽ നമ്മൾ സഹനത്തെ കണ്ടാൽ അതിൻ്റെ അന്ത്യം എന്താണ്, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന എന്താണ്? ഉദാഹരണത്തിന് വിത്ത് അഴിയുമ്പോൾ അഴിയലിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അതൊരു പുതിയ ചെടിക്ക് ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, പൗലോസിൽ പറയുന്നൊരു കാര്യമുണ്ട്, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരീരത്തിലൊരു വേദനയും സഹനവും ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന പാപത്തിൻ്റെതായ ചില അംശങ്ങളുണ്ട്. ആഗ്രഹിക്കാത്ത തിന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന, ദേഷ്യപ്പെടരുന്നുണ്ട്, പക്ഷേ ദേഷ്യപ്പെടുന്നു, പൊട്ടിത്തെറിച്ച് പോകുന്നു. അസൂയപ്പെടരുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അറിയാതെ അസൂയപ്പെട്ടു പോകുന്നു, വെറുത്തു പോകുന്നു. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നില്ല നമ്മൾ, പക്ഷേ അങ്ങ് സംഭവിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് കായികമായ ചില പ്രവൃത്തികൾ, രണ്ടാം വാക്കിന് കീറി അടിക്കുക എന്നൊക്കെ പറയുന്ന പ്രയോഗമുണ്ട്. അപ്പോൾ അത് ആഗ്രഹിക്കുന്നതല്ല, പക്ഷേ സംഭവിച്ചു പോവുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരത്തിൽ പാപത്തിൻ്റെ സ്വാധീനം അത്രയ്ക്ക് ഉണ്ട്. ജീനുകൾ വഴി പോലും കഴിഞ്ഞ തലമുറയിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തോട് നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ, പാപമുള്ളൊരു ലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനങ്ങളുണ്ട്. അപ്പോൾ സഹനം ഒരു വ്യക്തിയിൽ നിന്ന് ഈ പാപത്തിൻ്റെ അംശത്തെ നീക്കിക്കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമിലിയേഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുക, അവമാനിക്കപ്പെടുക, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നൊക്കെ പാപത്തെ നീക്കിക്കളയാൻ പര്യാപ്തമാണ്. അവിടെയെല്ലാം അഴിയലുണ്ടല്ലോ. അതുകൊണ്ടാണ് മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷ്ടമായിട്ട് എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കാനായിട്ട് ഈശോ പറഞ്ഞതിനൊരു കാരണമാണ്. അപ്പോൾ ഈ ഒരു അഴിയലിന് വിധേയമായാൽ ആ ഓരോ അഴിയലും മഹത്വത്തിലേക്കുള്ള ഒരു വളർച്ചയായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്, സഹനം ആനന്ദഭരിതമായുള്ള ഒരു വിജയമാണ്. അപ്പോൾ ഇതൊരു വിജയമാണ്. നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പരാജയമാണെന്ന് തോന്നാം. യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ കാണുന്ന എന്താ? വലിയൊരു അനീതിയും വലിയൊരു പരാജയമാണ്. പക്ഷേ ഏറ്റവും വലിയ വിജയമാണ് അവിടെ ആഘോഷിച്ചത് എന്നുള്ളതാണ് സഹനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ചരണം ഒന്ന് കേട്ട് നോക്കാം. പരലോക നിരയാകെ അണിചേർന്നു നിറയുന്നു, മണിവീണമീട്ടുന്നു, ഒരുപോലെ പാടുന്നു. പരലോക നിരയാകെ അണിചേർന്നു നിറയുന്നു, മണിവീണമീട്ടുന്നു, ഒരുപോലെ പാടുന്നു. നിറയുമാഹ്ലാദ സുരഭിയായുള്ള സദസ്സിലേക്കിന്നു ഞാൻ, നിറയുമാഹ്ലാദ സുരഭിയായുള്ള സദസ്സിലേക്കിന്നു ഞാൻ. പ്രിയനായക ഒരു സാധുവ അണയുന്നു ജീവനിലായി. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഈ സഹനത്തിലൂടെ മഹത്വം പ്രാപിക്കുന്ന ഒരു ജീവിതം വാസ്തവത്തിൽ വിജയം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വിജയം ആഘോഷിക്കുന്നവരുടെ ഒരു സദസ്സിലേക്ക് ആ വ്യക്തിയും കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്. വേറൊരു ഭാഷ പറഞ്ഞാൽ, ഇവിടെ സഹനത്തെ സ്വീകരിക്കുന്നവർ ഉത്ഥാനത്തിൻ്റെ മഹത്വം പ്രാപിച്ച ഗണത്തിൽ അംഗങ്ങളായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധരെല്ലാം ഈ സഹനത്തിലൂടെ ഉത്ഥാനത്തിൻ്റെ മഹത്വം പ്രാപിച്ചവരാണല്ലോ. രക്തസാക്ഷികൾ പോലും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഒരു
വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഇവിടെ ഞാനും യോഗ്യനായി മാറുകയാണ്. അങ്ങോട്ടൊരു പാസ്പോർട്ട് എനിക്ക് കിട്ടുന്ന ഒരു അനുഭവമാണത്. അപ്പോൾ നിറയും ആഹ്ലാദസുരഭിയായുള്ള ഒരു വേദി അല്ലെങ്കിൽ ഒരു ഗണം, അതിലേക്ക് ഞാനും പോവുകയാണ്. അപ്പോൾ പ്രിയ നായക, നീ എന്നും എന്നോടുകൂടി ആയിരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുമാണത്. ചുരുക്കത്തിൽ സഹനത്തെ ശരിക്കും മനസ്സിലാക്കി ഉത്ഥാനത്തിൻ്റെ ഒരു ജീവിതം ഇവിടെ നയിച്ചാൽ ഉത്ഥാനം നമുക്കൊരു പ്രത്യാശയായിട്ട് നിൽക്കും. ആ ഉത്ഥാനത്തിൻ്റെ മഹത്വം നമുക്ക് അതിന് നമ്മൾ അർഹരായിത്തീരും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇവിടെ നമ്മുടെ സംഗീത സംവിധായകന് ഓർക്കസ്ട്രയെ കൂടി നമുക്കൊരു ഉത്ഥാനത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചരണത്തിന് മുമ്പുള്ള BGM ശ്രദ്ധിച്ചായിരുന്നോ? തീർച്ചയായിട്ടും ഓർക്കസ്ട്രയും അതുപോലെ തന്നെ ഒരു ഹമ്മിങ് ഒക്കെ ഉണ്ടല്ലോ, ഒരു കോറൽ ഹമ്മിങ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വലിയൊരു മഹത്വത്തിൻ്റെ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1000 സൂര്യ തേജസ് നമുക്ക് ശബ്ദത്തിൽ കൂടിയും അത് അവർ ഓർക്കസ്ട്ര അത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ശബ്ദത്തെ ലൊക്കേറ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ നമുക്കിതൊരു സ്വർഗീയ മെല്യു ഇവിടെ സംഗീത സംവിധാനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോറസിൻ്റെ പശ്ചാത്തലമേ തീർച്ചയായിട്ടും നമുക്കത് ചരണം കേൾക്കുന്നതിന് മുമ്പ് ഈ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഉത്ഥാനത്തിൻ്റെ ആ ഫീലിങ്ങിൽ തരുന്നുണ്ട്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം. ആയിരം സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. ആയിരം സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. ആയിരം സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. അഴിയുന്ന കനിയേറെ ഫലമുള്ള ചെടിയാകും, അതു നീളെ വാഴുമ്പോൾ പുതുജീവൻ അരുളുന്നു. അഴിയുന്ന കനിയേറെ ഫലമുള്ള ചെടിയാകും, അതു നീളെ വാഴുമ്പോൾ പുതുജീവൻ അരുളുന്നു. സഹനമാനന്ദഭരിതമായുള്ള വിജയമാക്കുന്നു നീ. സഹനമാനന്ദഭരിതമായുള്ള വിജയമാക്കുന്നു നീ. പ്രിയനായക അഭിമാനമായി പുൽകുന്നു ക്രൂശിനെ ഞാൻ. ആയിരം സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. ആയിരം സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ.
പരലോക നിരയാകെ അണിചേർന്നു നിറയുന്നു, മണിവീണ മീട്ടുന്നു, ഒരുപോലെ പാടുന്നു. പരലോക നിരയാകെ അണിചേർന്നു നിറയുന്നു, മണിവീണ മീട്ടുന്നു, ഒരുപോലെ പാടുന്നു. നിറയുമാഹ്ലാദ സുരഭിയായുള്ള സദസ്സിലേക്കിന്നു ഞാൻ, നിറയുമാഹ്ലാദ സുരഭിയായുള്ള സദസ്സിലേക്കിന്നു ഞാൻ. പ്രിയനായക ഒരു സാധുവ അണയുന്നു ജീവനിലായി. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഈ പാട്ടിൽ ഒന്നുചേർന്ന് ഓശാന പാടാമെന്നൊരു പ്രയോഗമുണ്ട്. ഓശാന എന്ന ആ പ്രയോഗം രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലാണത് സത്യത്തിൽ. അന്ന് ജെറുസലത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പം ഒലിവ് ഇലകളൊക്കെ പിടിച്ചുകൊണ്ട് ഓശാന പാടിയല്ലോ. ഓശാനയിൽ രക്ഷിക്കണമേ എന്നുള്ള ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയും ഒരു നിലവിളിയാണുള്ളത് സത്യത്തിൽ. വാസ്തവത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ ഒരാഗ്രഹം ദാഹവും ഒക്കെയാണ്. നമുക്കെന്നും ഓശാന പാടാന്ന് പറയുമ്പോൾ ഓശാന രക്ഷ തരണമേ എന്ന ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയും ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ അത് വിജയാഘോഷത്തിൻ്റെ ഒരു ബാഹ്യ ചിഹ്നവുമാണത്. നമ്മളിപ്പോഴും മലയാള ഭാഷ പറയില്ല ഓശാന പാടുക എന്ന് പറഞ്ഞാൽ ഒരാളോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തെ അംഗീകരിച്ച് അദ്ദേഹത്തെ പ്രശംസിച്ച് പാടുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ടല്ലോ. അപ്പോൾ ഉത്ഥിതനായവൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഓശാന പാടുന്നു. അതോടൊപ്പം തന്നെ രക്ഷ എനിക്കും ഈ ഉത്ഥാനത്തിൻ്റെ മഹത്വം എനിക്കൂടെ കിട്ടണമെന്നുള്ള വലിയൊരു ദാഹവും പ്രാർത്ഥനയും അതിനകത്തുണ്ട്. അതൊക്കെ കൂടെയാണ് നമുക്ക് എന്നെന്നും പാടാം ഓശാന. ഇത് ഈ ഭൂമിയിലെ അവസ്ഥയാണ്. നമുക്ക് ഈ പാട്ട് മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ രക്ഷാകര ദൗത്യം കഴിഞ്ഞ് മനുഷ്യരെല്ലാം ആ ഉത്ഥാനം കണ്ട് സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു പരിസമാപ്തി, ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഒരു പരിസമാപ്തി, അതായത് ഒരു പറുദീസ അല്ലെങ്കിൽ ഒരു പറൂസിയ എന്നൊക്കെ ഇംഗ്ലീഷ് വാക്കിൽ പറയുന്ന ഒരു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരു ഫീലിംഗ് കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇപ്പം നമ്മുടെ എപ്പിസോഡുകൾ ഏതാണ്ട് 70 എപ്പിസോഡുകളാവുകയാണ്. അപ്പം അതോടുകൂടി ഒരു പരിസമാപ്തിയുടെ ഒരു സ്വഭാവവും ഇതിന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ഉത്ഥാനത്തിന് ഈ 1000 സൂര്യൻ്റെ തേജസ്സിനോട് ഉപമിച്ച അച്ഛന് അതിന് ഒരു കവിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണെങ്കിലും അർത്ഥം കൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ 1000 സൂര്യനെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. എന്നാൽ ആ കവിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഉത്ഥാനത്തെ ഇത്രയും മനോഹരമാക്കിയ ഒരു വരികൾ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചതിന് അച്ഛന് എല്ലാവിധ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ. ഇതുപോലെയില്ല വേറെ പ്രിയതരമൊരാത്മരൂപം, എന്നെന്നും പാടാം ഹോസാന. 1000 സൂര്യനെ അണിയുന്ന തേജസ്സിൽ
മരണത്തെ വെന്നവൻ ഉയരുന്നു സൗമ്യനാ.